BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മുഖം മാറാനൊരുങ്ങി കനാലുകൾ. കൊച്ചി നഗരത്തിലെ 6 കനാലുകളാണ് നഗരവികസനത്തിന്റെ ഭാഗമായി മുഖം മാറുന്നത്. ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറൈസേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിയിലാണ് കനാലുകൾ സ്മാർട്ടാകുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ കനാലുകളിൽ ജലഗതാഗതം ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളും സജ്ജമാകും. കനാൽ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 4 കനാലുകളാണ് ഉൾപ്പെടുന്നത്. ചിലവന്നൂർ, പേരണ്ടൂർ, തേവര മാർക്കറ്റ് കനാൽ എന്നിവയാണത്. വടക്ക് അമൃത ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച തെക്ക് ചിലവന്നൂർ ടാങ്ക് ബണ്ട് റോഡിൽ അവസാനിക്കുന്ന 11.50 കിലോമീറ്ററാണ് ചിലവന്നൂർ കനാലിൽ പെടുന്നത്. പേരണ്ടൂർ റെയിൽവേ പാലത്തിൽ നിന്ന് ആരംഭിച്ച് തേവര കനാലിൽ അവസാനിക്കുന്ന 10 കിലോമീറ്ററാണ് പേരണ്ടൂർ കനാലിൽ ഉൾപ്പെടുന്നത്. തേവര കായലിൽ നിന്നും ആരംഭിച്ച് കൊല്ലം കോട്ടപ്പുറം ജലപാതയിൽ അവസാനിക്കുന്ന 1.50 കിലോമീറ്ററാണ് തേവര കനാലിൽ വരുന്നത്. മാർക്കറ്റ് ബാനർജി റോഡിൽ നിന്നും ആരംഭിച്ച മറൈൻ ഡ്രൈവിൽ അവസാനിക്കുന്ന 660 മീറ്ററാണ് മാർക്കറ്റ് കനാലിൽ വരുന്നത്. കനാൽ നവീകരണ പദ്ധതിക്കായി 1528 കോടിയുടെ ഭരണാനുമതിക്കാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. KMRL-നാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. കനാലുകളുടെ നീളവും ആഴവും വീതിയും വർദ്ധിപ്പിച്ച് തീരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുകയും പാലങ്ങൾ വീതി കൂട്ടി പുതുക്കി പണിയുകയും മലിനജല സംസ്കരണത്തിനായി 4 മലിന ജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യും. ഇതോടെ കനാലുകളിലേക്കുള്ള മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. പദ്ധതി നടപ്പാകുന്നതോടെ കനാലുകളുടെ ഏറ്റവും ചുരുങ്ങിയ വീതി 16.50 മീറ്ററാകും. കേരളത്തിൽ മരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൊഴിൽ വകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വഴി 4 മൃതദേഹങ്ങൾ അയക്കാൻ കഴിഞ്ഞത് സന്നദ്ധ സംഘടനയുടെ സഹായം കൊണ്ടാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മരണപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള പണം നൽകിയിരുന്നത്. പിന്നീട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ മാത്രമേ എത്തിക്കാൻ തയ്യാറാകുന്നുള്ളൂവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ കുറേ നാളുകളായി സാമ്പത്തിക സഹായങ്ങൾ ഒന്നും തന്നെ ലേബർ വകുപ്പ് നൽകുന്നില്ല. ഇതിന് ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് തൊഴിലുടമയോ മരണപ്പെട്ട തൊഴിലാളികളുടെ ബന്ധുക്കളോ പണം മുടക്കിയാണ്. തൊഴിലാളികൾ പരസ്പരം പിരിവെടുത്ത് മൃതദേഹം കൊണ്ടുപോകുന്ന സംഭവങ്ങളുമുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത മൃതദേഹങ്ങൾ കേരളത്തിൽ സംസ്കരിക്കുന്ന സംഭവങ്ങളും കൂടി വരുന്നു. ആംബുലൻസിൽ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുമ്പോൾ 2 മുതൽ 4 ദിവസം വരെ എടുക്കുന്നതിനൊപ്പം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. വിമാനമാർഗമാകുമ്പോൾ മൃതദേഹം വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നതിനൊപ്പം ചിലവുകളും കുറവാണ്. മുൻപ് 40,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സ്വകാര്യ ഏജൻസികൾ വാങ്ങിയാണ് തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനമാർഗം കൊണ്ടുപോയിരുന്നത്. ജാർഖണ്ഡ് സർക്കാർ തൊഴിലാളികളുടെ മൃതദേഹം എത്തിക്കുന്നതിന് പണം നൽകുന്നുണ്ട്. മരണപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഇവരുടെ സംസ്ഥാന സർക്കാരുകൾ ചെറിയ സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. അതിന് മരണ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. സ്വകാര്യ ഏജൻസികൾ വഴി മൃതദേഹങ്ങൾ കൊണ്ടുപോകുമ്പോൾ പിന്നീട് മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇവർക്ക് ലഭിക്കാറില്ല. അതിനാൽ തന്നെ സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായവും ഇവർക്ക് ലഭിക്കുന്നില്ല. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. താമരച്ചാലിൽ 2 പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കിഴക്കമ്പലം പൂക്കാട്ടുപടി റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടുന്നതായും ആക്ഷേപം ഉയരുന്നതിനിടെയാണ് താമരച്ചാലിൽ ദിവസങ്ങളായി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം പരന്ന് ഒഴുകുകയാണ്. ഇത് പഴങ്ങനാട് പാടശേഖരത്തിലാണ് എത്തിപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസവും പാഴാകുന്നത്. 1 മാസം മുൻപ് ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. പൊട്ടിയ ഭാഗം നന്നാക്കിയാലും തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്ത് വീണ്ടും പൊട്ടുകയാണ്. വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ റോഡിലും വലിയ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കിഴക്കമ്പലം മുതൽ പൂക്കാട്ട് പടി വരെ ഭാഗത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പൈപ്പ് പൊട്ടുന്ന ഭാഗത്ത് നന്നാക്കുന്നതിനായി താഴ്ത്തുന്ന ഭാഗം പിന്നീട് കുഴി രൂപപ്പെടുകയാണ്. ഇവിടെ ടാർ ചെയ്യാറില്ല. വർഷങ്ങൾക്ക് മുൻപ് BMBCC നിലവാരത്തിൽ ടാർ ചെയ്ത പ്രദേശമാണിത്. കഴിഞ്ഞ ദിവസം പൂക്കാട്ടുപടി ആശാൻപടി പെട്രോൾ പമ്പിന് സമീപം കുഴിയിൽ വീണ ബൈക്കിന് പുറകിലിരുന്ന പെൺകുട്ടി റോഡിൽ വീണ് മരിച്ചിരുന്നു. ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. പൈപ്പ് പൊട്ടാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളായ താമരച്ചാൽ, പഴങ്ങനാട് ഉൾപ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇതിനെതിരെ ജല അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു.
മുറിക്കല്ല് ബൈപ്പാസിന് പുതിയതായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ജിയോ ടാഗ് പരിശോധന നടത്തി അതിർത്തി നിർണ്ണയം പൂർത്തിയാക്കി. സംസ്ഥാനത്ത് തന്നെ KRBFBയുടെ ഇത്രയും പഴയ പ്രൊജക്ടിൽ ആദ്യമായാണ് ജിയോ ടാഗ് നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച ശേഷം പലയിടങ്ങളിലും പിന്നീട് ആളുകൾ കല്ലുകൾ മാറ്റി സ്ഥാപിക്കുകയും പണി ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തർക്ക വിഷയവും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം നഗരവികസന പ്രവർത്തനങ്ങളും മുറിക്കല്ല് ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിലും ഉടനീളം ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനം പല ഘട്ടങ്ങളിലും നിർത്തിവെക്കാൻ ഇടയായതും ഇത്തരം സാഹചര്യമാണ്. മുറിക്കല്ല് ബൈപ്പാസ് നിർമ്മാണ സമയത്ത് ഇത് ഒഴിവാക്കുന്നതിനായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ മുഴുവൻ ആധുനിക സംവിധാനങ്ങളോടെ ജിയോ ടാഗിംഗ് പൂർത്തീകരിക്കണമെന്നും നിരവധി തവണ സർവേ ഡയറക്ടറോടും ജില്ലാ കളക്ടറോടും MLA ആവശ്യപ്പെടുകയും ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ജിയോ ടാഗ് നടത്തി അതിരുകൾ നിർണ്ണയിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.